ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നൊരു ഫംഗ്ഷന് പോവാം കേട്ടോ. ഞാനും എൻ്റെ മദറിലും സോയും കൂടിയൊക്കെ ബസ്സിൽ വെച്ചിട്ടാണ് ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനൊരു ഫംഗ്ഷന് പോകുന്നത്. ബസ്സിൽ വെച്ച് ഈ ചേച്ചിനെ കണ്ടപ്പം സാരിയൊക്കെ കണ്ടപ്പം ഇഷ്ടമായി. അപ്പം ജസ്റ്റ് ഒന്നൊരു ഫോട്ടോ വീഡിയോ എടുത്തൊന്ന് മാത്രം. പോകുന്ന വഴിക്ക് എന്നോട് വിളിച്ചു പറഞ്ഞ് കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങാൻ. ഇന്നത്തെ പരിപാടിൻ്റെ ഹൈലൈറ്റ്സ് ഫ്ലവേഴ്സ് ആണല്ലോ. നോക്കിയേ, ഒറിജിനൽ ഫ്ലവേഴ്സാണ് ഇതെല്ലാം. എന്തൊരു അടിപൊളിയാണ്. അപ്പം എന്താ പരിപാടി ഏതാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വളകാപ്പാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു വളകാപ്പിന് പോകുന്നത്. ഫ്ലവേഴ്സിന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ട് എനിക്ക് അവനൊരു ബൊക്കൊക്കെ കൊണ്ടു തന്നു. ഒറിജിനൽ ഫ്ലവേഴ്സാട്ടോ. ഞങ്ങളവിടെ ചെന്നിറങ്ങിയപ്പോൾ നല്ല മഴ. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇത്തിരി പോലും ഒഴിവില്ലാത്ത മഴ. നല്ല മഴത്താട്ടോ ഞങ്ങൾ പോകുന്നത്. നല്ലൊരു ചടപ്പുണ്ടായിരുന്നു ആദ്യമൊക്കെ പോകാൻ. പക്ഷെ നമ്മളങ്ങ് പോയി തുടങ്ങി, അതങ്ങ് മാറിക്കിട്ടി. മഴത്ത് നമുക്ക് പുറത്തിറങ്ങാനൊരു മടിയല്ലേ, പക്ഷെ നമ്മളതൊന്നും നോക്കില്ല, നമ്മൾ പോയി. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ, നല്ലൊരു കാലാവസ്ഥ. ആളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കൊക്കെ നോക്കിയേ, അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റും അതിനൊത്ത് ഭംഗിയുള്ളൊരു പ്രദേശം. പിന്നെ റോഡിൻ്റെ അവസ്ഥ കുറച്ച് മോശമായിരുന്നു. അത് ഞാൻ അവളോട് ചോദിച്ചു, പ്രഗ്നൻ്റ് ആയ നീ എങ്ങനെ ഈ വഴിക്കൊക്കെ വരുന്നേ? അവളെ ഭയങ്കര കെയർ ചെയ്തിട്ടാണ് ഇത്ര കൊണ്ടുപോവുക. ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾ കണ്ടോ, നല്ല അടിപൊളി. അല്ലെങ്കിലും വയനാട് ഏതൊരു വഴിക്ക് പോയാലും നല്ല അടിപൊളി ഭംഗിയുള്ള സ്പോട്ടുകളാട്ടോ. നല്ല മഴ പെയ്ത് നല്ല കോടൊക്കെ ഇറങ്ങും. ഇത്ര പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലായല്ലോ, വളകാപ്പ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഇയാളാണ്. ഇയാളുടെ വളകാപ്പാന്ന്. അവളുടെ അനിയത്തി വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അവളുടെ അനിയത്തി തന്നെ കേട്ടോ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതൊക്കെ. ഞങ്ങളെവിടെയെങ്കിലും വന്ന് പിന്നെ മിറർ കണ്ട ഒരു സെൽഫി നിർബന്ധമാണല്ലോ. പിന്നെ ഇതാ കുട്ടിക്ക് വയ്യ, കുട്ടി ഇരുന്ന് ചുമക്കുന്നൊക്കെ ഉണ്ട്. എല്ലാവരും അടിപൊളിയാവുന്ന സമയത്ത് എൻ്റെ സോയി ഒരു ക്ലിപ്പൊക്കെ ഇട്ട് അടിപൊളി. ഇതൊക്കെ അവരുടെ അനിയത്തികളും ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും ആണ് കേട്ടോ. അവർ നമ്മളോട് ഹായ് ഹലോ ഒക്കെ പറയണ്ട. അവർക്കറിയാം ഞാനൊരു യൂട്യൂബറാണെന്ന്. കുറച്ച് നേരം സോയി ക്ലിപ്പൊക്കെ വെച്ച് നിന്ന് പിന്നെ അതൊക്കെ എടുത്ത് ഒഴിവാക്കി. പിന്നെ നമ്മളെ ഫ്രണ്ടിൻ്റെ വീടല്ലേ, നമ്മൾ അങ്ങ് അടുക്കളയിലേക്ക് കയറി ചെന്നു ഫുഡൊക്കെ ഒന്ന് നോക്കാൻ. അപ്പം ബിരിയാണി എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വക ദമ്മിട്ട് വെച്ചതുണ്ട്, രണ്ടാമത്തെ സെക്ഷൻ ദമ്മിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ അമ്മച്ചിയും പിന്നെ അടുത്തുള്ളവരും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഫാമിലിയും പിന്നെ ഫ്രണ്ടായിട്ട് ഞാനും പിന്നെ അവളുടെ അനിയത്തിൻ്റെ കുറച്ച് ഫ്രണ്ട്സും, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഫാമിലി ആയിരുന്നു. വലിയ പരിപാടി എന്നാലും അത്യാവശ്യം ആൾക്കാരില്ല. ഈ താത്ത ഇവിടെ ഉള്ളതാട്ടോ, അവരാണ് മെയിൻ. ബാക്കിയുള്ള എല്ലാവരും ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് അവരിങ്ങനെ ദമ്മിട്ടുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ കഥാനായകനും കഥാനായികയും ഇതാ പുറപ്പെടുകയായി എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതാ രണ്ടു പേരും അടിപൊളിയായി ഒരുങ്ങി വന്ന് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ചടങ്ങുകളിലേക്ക് പോവാം. ഇത് ബിൽവിൻ്റെ പപ്പ. അപ്പം ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ മധുരം വായിൽ വെച്ച് കൊടുക്കും, പിന്നെ മഞ്ഞൾ മുഖത്തും കയ്യിലൊക്കെ തേക്കും, പിന്നെ കുറച്ച് പൂവ് വള ഇട്ട് കൊടുക്കും, പിന്നെ കുറച്ച് പൂവ് തലയിൽ ഇങ്ങനെ വെച്ചെടുക്കും. ഇത് ബിൽവിൻ്റെ അമ്മ എന്താ പറയുക, നമ്മുടെ സന്തൂർ മമ്മീനെ പോലെ കേട്ടോ. പിന്നെ അവളുടെ അമ്മാമ്മ ഇതാ കൈക്ക് നല്ല ഡിസൈനൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇടത് കൈ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പാവം വീണതാണ് കേട്ടോ. ഇതവളുടെ സിസ്റ്റർ-ഇൻ-ലോ ആണ്, അതായത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫ്. അങ്ങനെ ഫാമിലിയിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ നമ്മൾ ആ ഒരു ഡേ എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആക്കുക. നമ്മൾ പേളിമാണിൻ്റെതും അതുപോലെ കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ കണ്ടെന്നല്ലാതെ നമ്മൾക്കിടയിൽ അങ്ങനെ പൊതുവെ ഇല്ലാത്തൊരു ചടങ്ങാണല്ലോ ഇത്. നമ്മൾ കുറേ അണ്ണാച്ചിയുള്ള ചടങ്ങാണ്, ഇറ്റ് മീൻസ് തമിഴന്മാർ ചടങ്ങാണ്, അവരാണിത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. ഈ ചേച്ചി തമിഴ് ആണ് കേട്ടോ. അപ്പം അവരെല്ലാവരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തതാണ്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് അതങ്ങ് ഗംഭീരാക്കി കൊടുത്തു. ഇതിൻ്റെ ചടങ്ങ് എന്താ വെച്ചാൽ മധുരം കൊടുക്കുന്നു, വള ഇട്ട് കൊടുക്കുന്നു, പിന്നെ കുറച്ച് പൂക്കൾ ഇങ്ങനെ തലയിലിടുന്നു, കുറച്ച് മഞ്ഞൾ തേക്കുന്നു. മെയിൻ ഹൈലൈറ്റ് വള ഇടല കേട്ടോ. അപ്പം അങ്ങനെ ഓരോരുത്തരായിട്ടും ചെയ്യുന്നുണ്ട്. അതായത് ഈ 7th മന്തിലെ ഒരു സെറിമണിയാണ്. 7 സ്വീറ്റ്സ് ആയിട്ട് ഈ പെണ്ണിനെ, അതായത് ഇവരുടെ വീട്ടിലേക്കാക്കും. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണല്ലോ അതുവരെ ഉള്ളത്. അപ്പോൾ പെണ്ണിനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിന് മുൻപായിട്ടുള്ള ഒരു ചടങ്ങാണിത്. ബിൽവിനെ നമ്മളങ്ങനെ കൊണ്ടുപോകുന്നൊന്നുമില്ല, നല്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അതൊക്കെ പിന്നൊരു ദിവസമാക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ നമ്മൾ ഒരുപാട് വളമിട്ട് കൊടുക്കുന്ന ആ വളൻ്റെ കിലുക്കം കേട്ടിട്ട് ഇങ്ങനെ ബേബി റെസ്പോണ്ടായി എത്ര. അപ്പം അതിനാണ് നമ്മൾ ഒരുപാട് വളം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ കിലുക്കം ഇങ്ങനെ ബേബിക്ക് കേൾപ്പിച്ച് കൊടുക്കണമെന്ന്. ഇതൊക്കെയാണ് ബേസിക്കലി ഈ ചടങ്ങിൻ്റെ ഒരു ഉദ്ദേശം എന്ന്. നമ്മുടെ എല്ലാ റിലീജിയനിലും വരുന്നുണ്ടല്ലോ നമുക്ക് 7th മന്ത് സെറിമണി. അതുപോലെ ഈ ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ഒക്കെ ഉണ്ട്. ഏത് ചടങ്ങായാലും എന്തിൻ്റെ ഉദ്ദേശം ഈ അമ്മനെ കുറച്ച് സന്തോഷമാക്കി വെക്കുക
എന്ന്. നമ്മൾ മാക്സിമം അവളെ സന്തോഷിപ്പിച്ച് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യം, വയനാട്ടിൽ നിനക്ക് എങ്ങനെ ഫ്രണ്ട്സായി? നിൻ്റെ വീട് കോഴിക്കോടൊക്കെ അല്ലേ എന്ന്. നമുക്ക് പൊതുവെ എല്ലാവർക്കും ഫ്രണ്ട്സിനെ കിട്ടുന്നത് എവിടുന്നാ? സ്കൂളിൽ നിന്ന്. അങ്ങനെ എനിക്കും സ്കൂളിൽ നിന്ന് കിട്ടിയൊരു ഫ്രണ്ടാണ് കേട്ടോ. അതും ജൂൺ 1 തന്നെ. ജൂൺ 1 ഒരു 8-8:30 ആ ടൈമിലാണ് ഞാൻ ആ പുള്ളിക്കാരത്തിന് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഞാൻ വിചാരിച്ചില്ലേ ഇത് ഇത്രയും വലിയൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എൻ്റെ കഴുത്തിൽ തൂങ്ങുന്നു. ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞു തുടങ്ങിയതാ. ഇന്നിതാ 4-5 കൊല്ലമായിട്ട് എൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. പൊതുവേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കണം, ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്യണം, എങ്കിൽ മാത്രമേ അവരെൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഒന്ന് കണക്ഷൻ വിട്ട് കഴിഞ്ഞാൽ അവരുടെ ഒരു കോണ്ടാക്റ്റും നമ്മൾക്ക് ഉണ്ടാവില്ല. അപ്പം ട്രൂ ഫ്രണ്ട്സിനെ കിട്ടാനും ഒരു ഭാഗ്യം തന്നെ അല്ലേ. അതുപോലത്തെ ഒരു ട്രൂ ഫ്രണ്ടാണ് കേട്ടോ ഇത്. പിന്നെ എൻ്റെ മദറിലൊക്കെ വളമിടുന്നുണ്ട്. ഉമ്മാക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്ക് ആദ്യം ഫസ്റ്റ് ടൈമാണ് ഉമ്മ ഇങ്ങനത്തെ ഒരു ചടങ്ങിനെ പങ്കെടുക്കുന്നത്. ഏതാ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചെങ്കിലും ഉമ്മയും ഭയങ്കര സന്തോഷമായി. ഉമ്മയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ഒരു അനുഗ്രഹം, ഒരു ബ്ലെസ്സിങ് കൊടുക്കുക മുതിർന്നവരുടെ. അങ്ങനെയാണ്. ബാക്കിൽ എൻ്റെ സോയിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. സോയി ആണെങ്കിൽ സോയി ബിബി എന്നാണ് വിളിക്കുക. ഇയാളുടെ പേര് ബിൽവി എന്നാണ്. ബിബി അങ്ങനെ വിളിക്കുക. പൊതുവേ ഈ വളകാപ്പിന് 7 തരം പലഹാരങ്ങളാണ്. നമ്മളിവിടെ ഒരു 9 തരം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ആൾക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ മധുരമൊന്നും. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കഴിക്കുക എന്നല്ലാതെ അങ്ങനെ അധികം കഴിക്കുന്നൊന്നുമില്ല. നമ്മൾ പിന്നെ നിർബന്ധിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിങ്ങനെ കൊടുക്കുക എന്ന് മാത്രം. അങ്ങനെ മധുരത്തിനോടൊന്നും വലിയ ഇഷ്ടമല്ല. പിന്നെ നമ്മളിങ്ങനെ പറയുന്നുണ്ട് മധുരം ഇഷ്ടമില്ലാത്ത ചിലപ്പം ബോയ് ആയതുകൊണ്ടായിരിക്കും, ഗേളാണെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്ര വലുതായിട്ടും സ്കൂളിൽ പോയിട്ടാണോ നിനക്ക് അവളെ കിട്ടിയെന്ന് ചിന്തിക്കേണ്ട. ഞാൻ ടീച്ചറായിട്ട് പോയതാട്ടോ. ഇതവളുടെ കസിന്, അവളൊരു ടീച്ചറാണ്. പിന്നെ വരിക്ക് നിന്ന് അവളുടെ സിസ്റ്റേഴ്സ് തുടങ്ങി. ഈ ബ്ലൂ കളർ ഇട്ടതും അതാ റെഡും ബ്ലാക്കും ഇട്ടില്ലേ, ഇതൊക്കെ കേട്ടോ ഇവളുടെ സിസ്റ്റേഴ്സ്. നല്ലതാ അലുവപ്പീടെ പോലെ അവരങ്ങനെ നിരന്ന് നിൽക്കുന്നു. അങ്ങനെ അവസാനം എൻ്റെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാനിതാ വളക്കെ ഇടുന്നുണ്ട്. വള കയറുന്നൊന്നുമില്ല. ഇതങ്ങനെ ആണല്ലോ നമ്മളിവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെ ആണല്ലോ സ്ഥിതി. ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് നോക്കി എൻ്റെ സോയി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ കാര്യം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാനാണെങ്കിലോ ഈ പരിപാടി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നതുകൊണ്ടും പങ്കെടുക്കുന്നതുകൊണ്ടും ഓരോന്നോരോന്ന് എണ്ണിപ്പറഞ്ഞായിരുന്നു ചെയ്യുന്നത്. വളയിട്ട് മധുരം കൊടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫോട്ടോക്ക് ഞാൻ കുറച്ച് നേരം പോസ് ചെയ്ത് തന്നിട്ടോ. എൻ്റെ സോയാണെങ്കിലോ കിളി പോയി അതാ എൻ്റെ കാലിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അവൾക്ക് ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൾ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറച്ച് നേരം. പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വളയും ഇട്ട് കൊടുക്കുന്നു, മഞ്ഞൾ തേക്കുന്നു, മധുരം കൊടുക്കുന്നു, അങ്ങനെ ചടങ്ങുകൾ ചെയ്തുകൊണ്ട് നിന്ന്. ഇതവളുടെ സിസ്റ്ററാട്ടോ. അവർ 5 പേരാണ് വരുന്നത്. 4 പെൺകുട്ടികളും 1 ആൺകുട്ടിയാണ്. പിന്നെ മേമൻ്റെ മക്കൾ അങ്ങനെ ഉണ്ട്. പിന്നെ വാതിൽ വീഴാതിരിക്കാൻ വേണ്ടി ഇപ്പുറത്തും അപ്പുറത്തൊക്കെ നിന്ന് താക്കം കൊടുക്കുന്നില്ലേ, അതാണ് കേട്ടോ അവളുടെ പപ്പ. അവളുടെ പപ്പക്ക് എന്നായിട്ട് നല്ല കമ്പനി ഉള്ളതുകൊണ്ട് പിന്നെ ഇതൊന്നും വലിയ വിഷയമില്ല. നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുന്ന നമ്മൾ സത്യത്തിൽ ഒരു ഫാമിലി പോലെയാണ്. ഞാൻ അവളായിട്ടും അവൾ ഞാനായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട്. ഇതവളുടെ മേമൻ്റെ മോള വളരെ സ്ലോയിലാണ് ചെയ്യുന്നത്. നമ്മൾ അവിടുന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നതായിരുന്നു. 2 പോയിൻറ്റിലാണ് പോകുന്നേ ഇല്ല, മുന്നോട്ട് പോകുന്നില്ല, മൈനസിലാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ. പതിയാണ്. നമ്മളൊക്കെ പെട്ടെന്ന് ചെയ്തു വന്ന് ആൾ പതിയെ ആലോചിച്ച് ഇനി പൂവെടുക്കണോ അതെടുക്കണോ ഇതെടുക്കണോ അങ്ങനെ പറഞ്ഞ് പതിയെ ആട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒരു 10-15 ആൾക്കാർ മുഖത്ത് മഞ്ഞൾ തേച്ച്, മുഖത്ത് നല്ല കട്ടിക്ക് മഞ്ഞൾ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് അതങ്ങ് തുടച്ച് കളയാമെന്ന് വിചാരിച്ച്. എല്ലാം കൂടി ഒരുപാടായിട്ട് നിൽക്കുകയല്ലേ. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പം നല്ല നല്ല അടിപൊളി മ്യൂസിക്കൊക്കെ ഇടണമെന്നുണ്ട്. കണ്ണട വെക്കുന്ന സമയത്ത്. പക്ഷെ എന്ത് ചെയ്യണം, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം നമ്മൾ മ്യൂസിക് ഇടുന്നില്ല. ഇങ്ങനെയുള്ള 5 സാധനങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ മ്യൂസിക് ഇടും. 2 തവണ എനിക്ക് തന്നെ റെസ്ട്രിക്ഷൻ വരുന്നു മ്യൂസിക് ഇടുന്നതിൻ്റെ പേരിൽ. അതുകൊണ്ട് ഞാൻ ഇനി മ്യൂസിക് ഇടുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇത്ര കാര്യമായിട്ടുള്ളൊരു ചടങ്ങും അതിൻ്റെ ഫോട്ടോഷൂട്ടും നടക്കുന്നതിൻ്റെ ഇടയിലും ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കാം. എന്തൊരു മനോഹരമായ ചർച്ച അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോട്ടോ എടുക്കണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഫോട്ടോക്ക് ചിരിച്ചു കൊടുക്കുന്നത് കേട്ടോ. അവരെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫോട്ടോ എടുത്ത് അപ്പം അതിനൊന്ന് ജസ്റ്റ് ഒരു ഫോട്ടോക്ക് പോസ് ചെയ്തെന്ന് മാത്രം. അവളുടെ അനിയത്തിമാരൊക്കെ നോക്കി എന്തൊരു ക്യൂട്ടായിട്ട് ആ ഡ്രസ്സൊക്കെ അവരെല്ലാവരും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല സെറ്റായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ഉമ്മക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അറിയാത്ത വീടല്ല ഫറ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. പക്ഷെ ഉമ്മ അവിടെ എത്തിയപ്പോൾ ഓക്കെ ആയിട്ടോ. കാരണം അവർ ബിഹേവ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. പിന്നെ അവസാനം എൻ്റെ എത്തിയിരിക്കുന്നു. ഞാനും കുറച്ച് ഫോട്ടോക്കൊക്കെ പോസ് ചെയ്തതാണിത്. സോയനെ മാക്സിമം നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സോയ ഉണ്ടോ നേരക്ക് നിൽക്കുന്നു. പിന്നെ അവൾ ഓരോന്ന് കാണിച്ച് വിടുന്നു.
ചിരിപ്പിച്ച് കളിപ്പിച്ചപ്പോഴാണ് അവളൊന്ന് ജസ്റ്റ് നിന്ന് തന്നത്. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്തൊന്ന് അരങ്ങിട്ടോ, അതാ ഞാൻ ടച്ച് ചെയ്ത് നോക്കുന്നതൊക്കെ. എൻ്റെ 9th മന്ത് പ്രഗ്നൻസിൻ്റെ ടൈമിലായിരുന്നു ബിൽവിൻ്റെ കല്യാണത്തിനോ പങ്കെടുക്കാൻ പറ്റില്ല. ഇതെങ്കിലും നമുക്ക് അടിച്ചു പൊളിക്കാമല്ലോ. പിന്നെ താഴത്തുനിന്നൊക്കെ പൂ പെറുക്കിയിട്ട് സോയൻ്റെ കൈ കൊടുത്ത് സോയക്ക് പൂവിടണം എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നതിന് മുൻപ് സോയ പൂവ് എറിയാണ്. സോയക്കാണെങ്കിലും അവളുടെ മേത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പൂവൊക്കെ ആക്കി സോയനെ കൊണ്ട് ഇതാ പൂവ് ഇടിപ്പിച്ച് സോയനെ കുറച്ച് സന്തോഷിപ്പിച്ച് അടിപൊളിയായിട്ടുണ്ട്. ഒരു പ്രാവശ്യം പൂവ് എറിഞ്ഞപ്പോൾ സോയക്ക് നല്ല ഹരായി, അവൾക്ക് വീണ്ടും വീണ്ടും എറിയണമെന്ന്. അപ്പം നമ്മൾ പിന്നെയും പൂവൊക്കെ എടുത്ത് വാരി കൊടുത്ത് അവളിതാ അങ്ങനെ എറിയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ശരിക്കും ഇപ്പോഴാണ് കേട്ടോ വളകാപ്പിൻ്റെ ആ ഒരു മെയിൻ സംഭവമാവുന്നത്. ഇങ്ങനെ വള കുലിക്കണം, വള കുലുക്കിയിട്ട് വാവ ഇങ്ങനെ അനങ്ങണം, അങ്ങനെയാണ്. അപ്പോൾ വള ഇങ്ങനെ ഒച്ചപ്പെടുത്തുന്നുണ്ട്. പിന്നെ വിശപ്പിൻ്റെ വിളി വന്നത് കാരണം ബിരിയാണിയും എല്ലാം ഉണ്ട്. പിന്നെ ഇമ്മ നോർമൽ ഫുഡും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത്. ബിരിയാണി ഒക്കെ കഴിക്കാൻ നമ്മൾ തുടങ്ങി. ഒരു ഗർഭിണിയെ അധികം വിശന്നിരിപ്പിക്കൽ ശരിയുള്ള കാര്യമല്ലല്ലോ. സോയ കണ്ടോ എൻജോയ് ചെയ്യുന്ന പാട്ടെന്തോ കേട്ടിട്ട് ഡാൻസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവരുടെ ഫുഡ് കഴിക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് ഇതാ ഫുഡൊക്കെ കഴിച്ച്. ഇതിൽ കണ്ടോ ഇൻഡോറിൽ നിന്ന് എടുത്തിട്ടാണോ അറിയില്ല, ഇവരൊക്കെ കണ്ണിങ്ങനെ റെഡ് കളറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ ഇരുത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് വയറും മനസ്സും എല്ലാം സന്തോഷിപ്പിച്ചു. എല്ലാം കഴിഞ്ഞ് അവസാനമാണ് നമ്മുടെ വളകാപ്പിൻ്റെ ഫോട്ടോ എടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ സെറ്റ് ചെയ്തത്. ഇത് ഞാൻ ആദ്യം എടുത്തതാണ്. നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യമായിട്ട് ഇതിൻ്റെ ഭംഗി പോകണ്ടെന്ന് വെച്ചാൽ അവസാനം കാണിച്ചതാണ്. പിന്നെ നമ്മൾ തിരിച്ചത് ആ ഓട്ടോയിൽ പോയി സ്റ്റാൻഡൊക്കെ എത്തിയപ്പോൾ നല്ല മഴ, നല്ല മഴയായിട്ട് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.